സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഹരികുമാർ എഴുതിയ ശ്രീപാർവതിയുടെ പാദം എന്ന ചെറുകഥ കേൾക്കാം. 1988 കലാകൗമുദി ഓണപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കഥയാണിത്. ഇടവപ്പാതിയിൽ ഒരു രാത്രി മണ്ണിൻ്റെ മണവും ഉയർത്തി പുതുമഴ പെയ്തപ്പോൾ മാധവി തറവാട്ടിലെ മരങ്ങൾ ഓർത്തു. നാലുകെട്ടിൻ്റെ മുകളിലെ ജനലിൽ കൂടി നോക്കുമ്പോൾ മഴ തകർത്തു പെയ്യുന്നതും കാറ്റിൽ മരങ്ങളുടെ ചില്ലകൾ ഉലയുന്നതും തെങ്ങിൻ തലപ്പുകൾ ആടുന്നതും കാണാം. രാത്രി കിടക്കുമ്പോൾ മഴത്തുള്ളികൾ ഓട്ടിൻപുറത്ത് വന്നടിക്കുന്നതിൻ്റെയും കാറ്റ് മരങ്ങൾക്കിടയിലൂടെ ചീറിയടിക്കുന്നതിൻ്റെയും ശബ്ദം, പിന്നെ തവളകളും മണ്ണട്ടകളും കൂട്ടമായി ആർക്കുന്നതിൻ്റെ ശബ്ദം. ഈ ശബ്ദങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഒരു താളമേളമായി മാറുന്നത് കേൾക്കാം. ഇതിനെല്ലാം മീതെ കടലിൻ്റെ ഇരമ്പവും. ഇവിടെ എറണാകുളത്ത് അതൊന്നുമില്ല. കടൽ വളരെ അടുത്താണെങ്കിലും അത് ഇരമ്പുന്ന ശബ്ദമില്ല, ഒരു തേങ്ങൽ മാത്രം. മഴ ഒരു റേഷൻ കടക്കാരൻ്റെ മുഖം പോലെ ഗൗരവമാർന്നതും കാര്യമാത്ര പ്രസക്തവുമാണ്. മരങ്ങൾ ഉലയുന്നത്. മരങ്ങളോ? എവിടെ മരങ്ങൾ? രവി തിരിഞ്ഞു കിടക്കുകയാണ്. ഉറങ്ങിയിട്ടില്ല. അവൾ പതുക്കെ ചോദിച്ചു, നോക്കൂ, നിങ്ങൾ ഉറങ്ങിയോ? ഇല്ല. അയാൾ പെട്ടെന്ന് ഞെട്ടി. എന്താ വേണ്ടത്? അയാൾ ഒരു മയക്കത്തിലെത്തിയിരുന്നു. ഒന്നുമില്ല, ഞാൻ ഈ ശനിയാഴ്ച കോട്ടപ്പടിക്ക് പോകട്ടെ. രവി എഴുന്നേറ്റ് കട്ടിലിൻ്റെ തലയ്ക്കൽ തലയണ വെച്ച് ചാരിയിരുന്നു. എന്താ പറഞ്ഞത്? ഞാൻ കോട്ടപ്പടിക്ക് പോകട്ടെ ഈ ശനിയാഴ്ച. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മാധവി പറയുന്നത് സാധാരണ രവി ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിച്ചാൽ തന്നെ വെറുതെ മൂളുക മാത്രം ചെയ്യും. പക്ഷേ കോട്ടപ്പടിക്ക് പോകുക എന്നത് അങ്ങനെ മൂളിക്കളയേണ്ട കാര്യമല്ല. അവളുടെ ആത്മാവിൻ്റെ വിളിയാണത്, അവളുടെ തീർത്ഥാടനം. സാധാരണ അവൾ കുറച്ച് അശ്രദ്ധയായി കണ്ടാലോ, കയ്യിൽ നിന്ന് പാത്രങ്ങൾ വീണുടയുന്ന ശബ്ദം കേട്ടാലോ അയാൾ തന്നെ പറയാറുണ്ട്, മാധവി, നിന്റെ തീർത്ഥാടനത്തിനുള്ള സമയമായിരിക്കുന്നു. ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല. ഒരു കുപ്പി ഗ്ലാസ് പോലും പൊട്ടിയിട്ടില്ല. ഒരുപക്ഷെ പെട്ടെന്ന് പെയ്ത ഈ മഴയായിരിക്കും കാരണം. പുറത്ത് ഒരു മിന്നൽ, തുടർന്ന് കനത്ത ഇടിയും. മഴ വീണ്ടും ശക്തിയായി പെയ്യുന്നു. ഉഷ്ണം ശമിപ്പിച്ചുകൊണ്ട് ജനലിലൂടെ ഒരു തണുത്ത കാറ്റ് വീശി. ഇപ്പോൾ പുതച്ച് ചുരുണ്ടുകൂടി കിടക്കാൻ എന്ത് സുഖമായിരിക്കും. നീ കടുപ്പമാണ് ചെയ്യുന്നത്. എന്തേ? എന്നെ വിളിച്ചുണർത്തിയത് തന്നെ. സോറി, അവൾ പറഞ്ഞു. കിടന്നുകൊള്ളൂ. അവളുടെ വാക്കുകളിൽ വ്യസനമുണ്ടായിരുന്നു. അവൾക്കറിയാം, മഴയുടെ ഇരമ്പവും ഈ കാറ്റും നനച്ച രാമച്ച വിശറുകൊണ്ട് വീശിത്തരുന്ന ഒരമ്മയുടെ താരാട്ട് പോലെ നമ്മെ ഉറക്കത്തിലേക്ക് ക്ഷണിക്കുന്നു. മയക്കത്തിലാണ്ട ഒരാളെ വിളിച്ചുണർത്തിയത് അനീതി തന്നെയാണ്. അയാൾ കിടന്നു. മാധവിയെ കൈകൊണ്ട് വരിഞ്ഞ് കവിളിൽ ഉമ്മ വെച്ചു. നീ പോയിക്കോ, ഈ ശനിയാഴ്ച തന്നെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. രാവിലെ തങ്കം ചായയും പലഹാരവും ഉണ്ടാക്കും. പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കി വെച്ച് പോകും. മറ്റു കാര്യങ്ങളെല്ലാം ഞാനും കുട്ടികളും കൂടി നോക്കാം. അതൊന്നും ഒരു വിഷമമാവില്ല. പിറ്റേന്നും ഉച്ചവരെ മഴ പെയ്തു. പിന്നെ പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയതിലുള്ള ജാള്യത മറച്ചുവെച്ച് അസ്തമയ സൂര്യന് താഴേക്ക് ഒരു നോക്ക് കാണാൻ അവസരം കൊടുത്തുകൊണ്ട് പിൻവാങ്ങുകയും ചെയ്തു. ബസ്സിറങ്ങി ഇടവഴിയിലേക്ക് തിരിയുമ്പോൾ നനഞ്ഞ മണ്ണ് മാധവിയെ എതിരേറ്റു. 4 ദിവസം മുമ്പ് പെയ്ത മഴയുടെ നനവ് ഇനിയും വിട്ടിട്ടില്ല. അവൾ ചെരിപ്പൂരി കയ്യിൽ പിടിച്ചു. നനവ് കാലിനടിയിലൂടെ അവളുടെ ഉള്ളിലാകെ പടർന്നു പിടിച്ചു. മുളങ്കാടുകൾക്കപ്പുറത്ത് മാവ് പൂത്ത വാസന. ഈ വാസന അവൾക്ക് പരിചിതമായിരുന്നു. ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് 20 കൊല്ലത്തിന് ശേഷവും ഈ ഇടവഴിയുടെ വാസന മാറിയിട്ടില്ല. ഇനി മഴ പടർന്നു പിടിച്ചാൽ ഈ ഇടവഴിയിൽ ചീഞ്ഞ ഇലകളുടെയും ഇലഞ്ഞപ്പൂക്കളുടെയും വാസനയുണ്ടാവും. പടിപ്പുരയുടെ അഴികൾ കവച്ചു വെച്ച് മാധവി മുറ്റത്തേക്ക് കടന്നു. ശാരദേച്ചി ഉമ്മർത്തു തന്നെ ഉണ്ടായിരുന്നു. അവർ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. നോക്കൂ രാമേട്ടാ,
ഇതാരാ വന്നിരിക്കണതെന്ന്? രാമേട്ടൻ പുറത്തേക്ക് വന്നു. മുണ്ടും തോളത്തിട്ട തോർത്തുമുണ്ടും വേഷം. ആര്? മാധവിയോ? എന്താ പെണ്ണേ, രവി നിന്നെ പിടിച്ച് പുറത്താക്കിയോ? മാധവിയെ അത്ര എളുപ്പമൊന്നും രവിയേട്ടൻ പുറത്താക്കില്ല, ശാരദേച്ചി പറഞ്ഞു. മുറ്റത്തെ വലിയ തുളസിത്തറയിൽ പിച്ചകം പൂത്തു നിൽക്കുന്നു. മാധവി ഉമ്മറത്ത് കയറാതെ തുളസിത്തറയ്ക്കരികെ പിച്ചകത്തിൻ്റെ വാസന ആസ്വദിച്ചുകൊണ്ട് മുറ്റത്തു തന്നെ നിന്നു. ഈ മുത്തശ്ശി പിച്ചകം ഇപ്പോഴും പൂക്കണുണ്ട് അല്ലേ? ഇനി മഴ തുടങ്ങിയാൽ അതുമല്ല നിറയെ പൂക്കളാവും. അവൾ കുട്ടിയായിരുന്നപ്പോഴും ആ തറയിൽ പിച്ചകമുണ്ടായിരുന്നു. മുറ്റത്തിൻ്റെ അതിരിൽ പൂത്ത പകോടച്ചെടികൾ സ്വയംവരത്തിനണിഞ്ഞൊരുങ്ങി വന്ന രാജകുമാരന്മാരെ പോലെ നിരന്നു നിന്നു. പഴമല്ലിയുടെ താഴെ മുറ്റമടിച്ചു വാരുന്നതിന് മുമ്പ് നിറയെ പൂക്കൾ വീണ് കിടന്നിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ 4-5 പൂക്കൾ മാത്രമേയുള്ളൂ. നീ ഇങ്ങോട്ട് കയറിയിരിക്കേ, ശാരദേച്ചി പറഞ്ഞു. അവളുടെ ഒരു നിൽപ്പ് കണ്ടില്ലേ, രാമേട്ടൻ പറഞ്ഞു. ഒരു കയ്യിൽ ചെരുപ്പും മറ്റേ കയ്യിലൊരു സഞ്ചിയും. അവൾ മുറ്റത്ത് തന്നെ താമസിക്കാൻ പോവാ. അവൾ പോണവരെ നമുക്ക് മുറ്റത്തൊരു ഓലഷെഡ് ഉണ്ടാക്കി കൊടുക്കാം. മാധവി ചിരിച്ചു. ഇവിടെ ഈ പിച്ചകത്തിനടുത്ത് മതി. അടുക്കളയുടെ ഒട്ടിൻപുറത്ത് പുകയുടെ നേരിയ പടലങ്ങൾ. പിട്ടുണ്ടാക്കുന്നതിൻ്റെ വാസന മാധവിക്ക് അനുഭവപ്പെട്ടു. ഉണക്കലരിയുടെ പൊടി വറുത്തത്, തേങ്ങയോടൊപ്പം ആവിയിൽ വേവുന്ന വാസന. അവൾ മൂക്ക് വിടർത്തി പിടിച്ചു. പിട്ട്, മാധവി പറഞ്ഞു. കയ്യിലുള്ള ചെരുപ്പ് ഒതുക്കുകല്ലിൽ വെച്ച് സഞ്ചിയുമായി അവൾ ധൃതിയിൽ ഉമ്മറത്തേക്ക് കയറി തളത്തിലൂടെ അടുക്കളയിലേക്ക് നടന്നു. പിന്നാലെ ഒരു വലിയ ഘോഷയാത്രയും ഒപ്പം കൂടി. രാമേട്ടൻ, ശാരദേച്ചി, ചെറിയമ്മ വന്നെന്ന് കേട്ടപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന സുപ്രിയ, ജോലിക്കാരി പാറുക്കുട്ടി, കറുപ്പും വെളുപ്പും നിറങ്ങളുള്ള വാലുയർത്തിപ്പിടിച്ച 2 പൂച്ചകൾ. അവ മാധവിയുടെ കാലുകളിൽ വന്ന് ഉരുമ്മിക്കൊണ്ടിരുന്നു. ഘോഷയാത്ര അടുക്കളയ്ക്ക് മുന്നിലുള്ള ഇടനാഴിയിൽ ഊൺമേശയ്ക്ക് മുന്നിൽ ഔപചാരികമായി സമാപിച്ചു. എല്ലാം വളരെ സ്വാഭാവികമാണ്. വായുവിലുള്ള പച്ചപ്പുല്ലിൻ്റെ വാസന, തൊഴുത്തിൽ നിന്ന് പശുവിൻ്റെ കരച്ചിൽ, പിന്നെ സൂര്യവെളിച്ചത്തിനുള്ള പ്രത്യേക ഉദിപ്പ്. 19-ാം വയസ്സിൽ കല്യാണം കഴിയുന്നതുവരെ ഇതെല്ലാം തൻ്റേതായിരുന്നു. കഴിഞ്ഞ 15 കൊല്ലമായി തനിക്ക് നഷ്ടപ്പെട്ടവ. ഏതാനും ദിവസത്തേക്കെങ്കിലും അതെല്ലാം വീണ്ടെടുക്കാൻ, അനുഭവിക്കാൻ താൻ എത്തുന്നു. 6 മാസം കൂടുമ്പോഴോ ചിലപ്പോൾ കൊല്ലത്തിലൊരിക്കലോ. രാമേട്ടനും ശാരദേച്ചിയും മേശയ്ക്ക് മറുവശത്തിരുന്ന് അവൾ പിട്ടും കടലയും തിന്നുന്നത് കൗതുകത്തോടെ നോക്കിയിരുന്നു. അവളുടെ ഇടതുവശത്തെ കസേലയിൽ സുപ്രിയയും ഇരുന്നു. രവി ഈ പെണ്ണിന് തിന്നാനൊന്നും കൊടുക്കണില്ല എന്നാ തോന്നണ, രാമേട്ടൻ പറഞ്ഞു. കണ്ടില്ലേ കോലം. ഇനി അവളെ കളിപ്പിക്കാനൊന്നും നിൽക്കണ്ട, ശാരദേച്ചി പറഞ്ഞു. അവൾ സ്വൈര്യമായിട്ടിരുന്ന് തിന്നോട്ടെ. അല്ല, ഞാൻ പറയണതിൽ എന്താ തെറ്റ്? കണ്ടില്ലേ അവളുടെ ആർത്തി. ഒരു കുറ്റി പിട്ടും അതിനൊത്ത കടലയും അകത്താക്കി കഴിഞ്ഞു. ആയിക്കോട്ടെ, രാമേട്ടന് ചെയ്തില്ലല്ലോ, മാധവി മുഖം വീർപ്പിച്ചു. മോളെ, ചൂടുള്ള പെട്ട് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്, പാറുക്കുട്ടി പറഞ്ഞു. കൊണ്ടുവരട്ടെ? മാധവി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ പറഞ്ഞു, വേണ്ട. ഇവിടെ ഒരു കഷ്ണം പെട്ട് തിന്നപ്പോൾ തന്നെ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്. അയ്യോ, ഞാൻ പോവാണേ, രാമേട്ടൻ തോർത്തുമുണ്ട് തോളത്തിട്ട് പറഞ്ഞു. എനിക്ക് പാടത്ത് പണിയുണ്ട്. പോയിക്കോളൂ, അതാ നല്ലത്. മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാണ്ട്, അല്ലേ മോളെ? സുപ്രിയയെ നോക്കിയാണ് അവൾ പറഞ്ഞത്. അവളുടെ മുഖം കൗതുകമുള്ളതായിരുന്നു. കൈമുട്ടുകൊണ്ട് മുഖം താങ്ങി അവൾ ചെറിയമ്മയെ നിർനിമേഷയായി നോക്കിയിരിക്കുകയായിരുന്നു. അച്ഛൻ ചെറിയമ്മയെ കളിപ്പിക്കുന്നതൊന്നും അവൾക്കിഷ്ടപ്പെട്ടില്ല. അവൾക്ക് കുറച്ചൊരു വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയമ്മ അല്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ അവൾ വേഗം തലയാട്ടി. മാധവി സഞ്ചിയിൽ നിന്ന് ഒരു കടലാസ് പെട്ടിയെടുത്ത് അവളുടെ നേരെ നീട്ടി. ഇതെന്താണെന്ന് പറയൂ. എനിക്കറിയാം. അവൾ കടലാസ് പെട്ടി തുറന്ന് അതിനുള്ളിലെ പാവക്കുട്ടിയെ പുറത്തെടുത്തു. അവളുടെ മുഖം വികസിച്ചു. അവൾ പാവയെ മേശമേൽ കിടത്തി നോക്കി. ഉണ്ട്, കണ്ണടയ്ക്കുന്നുണ്ട്.
അവൾ അല്ലെങ്കിലേ 4 കുട്ടികളെയും വെച്ച് പ്രാരബ്ധക്കാരിയായി കഴിയുക. ഇനി ഒരു കുട്ടിയും കൂടി ആയാൽ എങ്ങനെയാ കൊണ്ടു നടക്കാമെന്ന് ദൈവത്തിന് മാത്രം അറിയാം, രാമേട്ടൻ പറഞ്ഞു. സുപ്രിയ ഓടിപ്പോയി 4 പാവക്കുട്ടികളുമായി തിരിച്ചു വന്നു. 5 പേരെയും അവൾ മേശമേൽ നിരത്തിയിരുത്തി. തുടുത്ത കവിളുമായി എല്ലാം അവളുടെ മക്കളെ പോലെ തോന്നിച്ചു. സുപ്രിയെ, നമുക്ക് മഞ്ചാടിക്കുരു പെറുക്കാൻ പോവാ. സുപ്രിയ തലയാട്ടി. മാധവി, നിനക്ക് നെയ്മീൻ മതിയോ? മത്സ്യക്കാരി ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ട്, ശാരദേച്ചി ചോദിച്ചു. മതി ചേച്ചി, വറുത്താ മതി. ആ കുട്ടിക്ക് നെയ്മീൻ വറുത്തതാ എപ്പോഴും ഇഷ്ടം, പാറക്കുട്ടി മോണ കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചെറിയമ്മേ വാ. സുപ്രിയ അവളുടെ പുതിയ കുട്ടിയെയും ഒക്കത്ത് വെച്ച് വാതിൽക്കൽ കാത്തുനിന്നു. ഇതാ വരുന്നു. സുപ്രിയ മുമ്പിലും മാധവി പിന്നിലുമായി പറമ്പിലൂടെ നടന്നു. നടക്കുമ്പോൾ പുല്ലിലുള്ള പച്ചപ്പയ്യുകൾ ചാടി. നാള് ഒരു പച്ചപ്പയ്യ് വീട്ടിൻ്റെ ഉള്ളിൽ വന്നു, സുപ്രിയ പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു പച്ചപ്പയ്യ് വന്നാൽ നമുക്ക് ധാരാളം പണുണ്ടാവുന്നു. അതെയോ? ആ, പക്ഷേ നമ്മൾ വീട്ടിൽ പിടിച്ചിട്ടിട്ട് കാര്യമില്ല, അതിന് തോന്നിയിട്ട് വരണം. അതെയോ? ആ. സുപ്രിയ തലകുലുക്കിക്കൊണ്ട് നടന്നു. അവളുടെ ചുമലിൽ വെച്ച് വെട്ടിയ മിനുത്ത തലമുടി നടക്കുമ്പോൾ കുരുങ്ങി. നമുക്കെന്തിനാ മോളെ ധാരാളം പണം? ധാരാളം പണോ? ആ, നമുക്ക് കുറേ പാവക്കുട്ടികളെ വാങ്ങിക്കൂടെ? പാവം കുട്ടി. അവൾക്ക് വേണ്ട കളിസാമാനങ്ങളൊന്നും രാമേട്ടൻ വാങ്ങിക്കൊടുക്കില്ല. അവളുടെ പാവക്കുട്ടികളെല്ലാം താൻ ഓരോ സമയത്തായി വാങ്ങിക്കൊടുത്തവയാണ്. എത്ര നന്നായി അവ സൂക്ഷിച്ചിരിക്കുന്നു. ഓരോ കളിപ്പാട്ടം കൊടുക്കുമ്പോഴും രാമേട്ടനും ശാരദേച്ചിയും പറയും, നീ അവളെ കൊഞ്ചിച്ച് കേടുവരുത്തിക്കോ. മഞ്ചാടി മരത്തിനു താഴെ നിറയെ ചുവന്ന കുരുക്കളായിരുന്നു. അത് പെറുക്കാനിരുന്നപ്പോൾ സുപ്രിയ പറഞ്ഞു, ചെറിയമ്മേ, നമ്മളൊരു കാര്യം മറന്നു. എന്താ മോളെ? ഒരു പാത്രം എടുക്കായിരുന്നു. ഇത്ര അധികം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരല്ല, നമുക്ക് ഒരു വാഴയില ചീന്തി അതിലിടാം. തൊടിയിൽ നിറയെ മരങ്ങളായിരുന്നു. മാവ്, പ്ലാവ്, പുളി, ഇലഞ്ഞി, തേക്ക്. മാധവി മുത്തശ്ശിയെ ഓർത്തു. സുപ്രിയയുടെ പ്രായത്തിൽ എന്നും രാവിലെ അവളും മുത്തശ്ശിയും തൊടിയിൽ നടക്കാനിറങ്ങും. മരങ്ങൾക്കിടയിലൂടെ ഓരോ മരവും ചെടിയും പരിശോധിക്കും. പച്ചക്കറിത്തോട്ടത്തിലുണ്ടായ ഓരോ കൂമ്പും മുട്ടും നോക്കും. ആ 2 ഏക്കർ പറമ്പിലെ ഓരോ പാഴ്ചെടി പോലും മുത്തശ്ശിക്ക് മനപ്പാടമാണ്. ഒരിക്കൽ രാവിലത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ കണ്ടത് കോടാലിയും ഈർച്ചവാളും പിടിച്ച 2 പേരാണ്. പറമ്പിൽ തെങ്ങുകൾക്കിടയിലുള്ള മരങ്ങൾ ചിലതെല്ലാം പാഴ്മരങ്ങളാണ്. മുറിപ്പിക്കാൻ അച്ഛൻ ഏർപ്പാട് ചെയ്തവരായിരുന്നു അത്. സംഗതി അറിഞ്ഞപ്പോൾ മുത്തശ്ശി ക്ഷോഭിച്ചു. ഈ പറമ്പിൽ നിന്ന് ഒരു മരവും മുറിക്കില്ല. മരം നട്ടുപിടിപ്പിച്ചാൽ മാത്രം മതി, മുറിക്കൊന്നും വേണ്ട. പക്ഷേ അമ്മേ, ആ മരമൊക്കെ മുറിച്ചു കളഞ്ഞാൽ ഇപ്പം കിട്ടുന്നതിൻ്റെ ഇരട്ടി തേങ്ങ കിട്ടും. അച്ഛൻ അമ്മായിയമ്മയെ പ്രീണിപ്പിക്കാൻ നോക്കി. വേണ്ട വേണ്ട, ഇപ്പം കിട്ടുന്ന തേങ്ങയൊക്കെ മതി. മുത്തശ്ശിയുടെ ദേഷ്യം കണ്ടപ്പോൾ അച്ഛന് ചിരി വന്നു. അച്ഛൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി അമ്മേ, ഒന്നും വെട്ടണില്ല. പണിക്കാരെ വിട്ടപ്പോൾ അവരെ തിരിച്ചു വിളിച്ച് പകുതി ദിവസത്തെ കൂലി കൊടുക്കാൻ മുത്തശ്ശി അച്ഛനോട് ആവശ്യപ്പെട്ടു. താൻ മരിച്ചാൽ ദഹിപ്പിക്കാൻ മാവൊന്നും വെട്ടരുത്, പുറത്തുനിന്ന് വിറക് വാങ്ങിയാൽ മതിയെന്ന് ഏൽപ്പിച്ചിരുന്നു അത്രേ മുത്തശ്ശി. എന്താ ചെറിയമ്മ ആലോചിക്കണത്? മാധവി തിരിച്ചു വന്നു. ഞാൻ എൻ്റെ മുത്തശ്ശിയെ പറ്റി ഓർക്കായിരുന്നു. നീ കണ്ടിട്ടില്ല, ഉമ്മർത്ത് ഫോട്ടോ വലുതാക്കി വെച്ചിട്ടില്ലേ, ആ മുത്തശ്ശി. ആ മുത്തശ്ശിയുടെ പേരക്കുട്ടികളാണ് നിൻ്റെ അമ്മയും ഞാനും. മുത്തശ്ശി തൊട്ട് എല്ലാവർക്കും പെൺമക്കളെ ഉണ്ടായിട്ടുള്ളൂ. മുത്തശ്ശിക്ക് 2 പെൺമക്കൾ, അവർക്കും ഓരോ പെൺമക്കൾ. അതാണ് നിൻ്റെ അമ്മയും ഞാനും. ഞാനായിട്ടേ അത് തെറ്റിച്ചത്, 2 കാടൻ പൂച്ചകൾ. പക്ഷേ എനിക്കിഷ്ടം പെൺകുട്ടികളെയാ. ചെറിയമ്മയ്ക്ക് എന്നെ ഇഷ്ടമുണ്ടോ? മാധവി സുപ്രിയയെ നോക്കി.
അവളുടെ ഭാവി തൻ്റെ ഉത്തരം ആശ്രയിച്ചിരിക്കുമെന്ന മട്ടിലാണ് അവളുടെ നിൽപ്പ്. കണ്ണുകളിൽ ആകാംക്ഷ. ഇഷ്ടമുണ്ടോന്നോ? മാധവി അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. നല്ല ഇട്ടുണ്ട്. സുപ്രിയയുടെ മുഖം തൊടുത്തു. മഞ്ചാടിക്കുരു പെറുകിയ ശേഷം അവർ വീണ്ടും നടന്നു. നീ ശ്രീപാർവതിയുടെ പാദം കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താണ് സാധനമെന്ന മട്ടിൽ അവൾ മാധവിയെ നോക്കി. കാലമെത്തുന്നതിന് മുമ്പ് പെയ്ത ഒരു മഴയുടെ ദയാവായ്പിൽ മുളച്ചു വന്ന ഒരു തുമ്പച്ചെടി പൂവണിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പൂവ് അടർത്തിയെടുത്ത് അവൾ ഇടത്തെ കൈയിൻ്റെ ഉള്ളംകൈയിൽ കമഴ്ത്തി വെച്ചു. സുപ്രിയയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതെന്ത് മാതിരിയുണ്ട്? ഒരു കാല് മാതിരിയുണ്ട്. ആ, ഇതാണ് ശ്രീപാർവതിയുടെ കാല്. എനിക്ക് മുത്തശ്ശി കാണിച്ചു തന്നിട്ടുള്ളതാ. അതിനുശേഷം ഞാൻ ഓണത്തിന് പൂവിടുമ്പോൾ നടുവിൽ ഒരു തുമ്പപ്പൂ ഇങ്ങനെ കമഴ്ത്തി വയ്ക്കും. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് ശ്രീപാർവതി നമ്മുടെ വീട്ടിൽ വരും. സുപ്രിയയുടെ കണ്ണുകൾ വിടർന്നു. ഈ ഓണത്തിന് ഞാനും അങ്ങനെ വയ്ക്കും. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ സുപ്രിയ മഞ്ചാടിക്കുരുവെല്ലാം ഒരു ചെറിയ മൺകുടുക്കയിൽ ഇട്ടുവെച്ചു. ഈ കുഞ്ഞിക്കലം തിരുവാതിരയ്ക്ക് അമ്മ വാങ്ങിത്തന്നതാ. ആ കുടുക്കയിൽ 3/4 ഭാഗത്തോളം ചുവന്ന മഞ്ചാടി വിത്തുകൾ ഉണ്ടായിരുന്നു. അവൾ വേറൊരു കുഞ്ഞിക്കലം മാധവിക്ക് കാണിച്ചു കൊടുത്തു. അതിൽ നിറയെ കുന്നിക്കുരുക്കളായിരുന്നു. കുഞ്ഞിക്കലങ്ങളിൽ മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും, കിടന്നാൽ കണ്ണടിക്കുന്ന പാവകൾ. സുപ്രിയയുടെ ലോകം വളരെ മനോഹരമായിരുന്നു. ഒരു നിമിഷത്തേക്ക് മാധവിക്ക് അവളോട് അസൂയ തോന്നി. വൈകുന്നേരം മഴ തിമിർത്ത് പെയ്തു. ഓട്ടിൻപുറത്ത് ചരൽക്കല്ലുകൾ വാരിയെറിയുന്ന പോലെ കനത്ത തുള്ളികൾ പതിച്ചു. കാറ്റിൽ മരങ്ങളുടെ കൊമ്പുകൾ ഉലഞ്ഞു. കവിഞ്ഞിൻ തലകൾ ആടി. ബിലാത്തിച്ചേമ്പിൻ്റെ ഇലകൾ ഒരു പശുവിൻ്റെ തല പോലെ ആടി. മുകളിലെ മുറിയിലെ ജനാലക്കരികെ നിലത്ത് സുപ്രിയയെയും കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് മഴ നോക്കി നിൽക്കെ മാധവി സ്വന്തം കുട്ടിക്കാലത്തേക്ക് പോയി. വാർണിഷിൻ്റെ വാസനയുള്ള തട്ടിട്ട മുറികൾ, വീട്ടിൽ കടഞ്ഞെടുത്ത കാലുകളുള്ള കട്ടിലുകൾ, മേശകൾ, നിറയെ ചിത്രങ്ങളും പ്രതിമകളുമുള്ള പൂജാമുറി, അതിനുമപ്പുറത്ത് മച്ച്, വലിയ മരപ്പെട്ടിയിൽ നിറച്ച അരി. അരിയുടെ വാസനയ്ക്കായി താൻ ഇടയ്ക്ക് അരിപ്പെട്ടിയുടെ അടപ്പ് പൊക്കി തലയിട്ട് നിൽക്കാറുണ്ട്. സുപ്രിയയുടെ പ്രായത്തിൽ ഇപ്പോൾ അവളും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുമെന്ന് മാധവി ഓർത്തു. എന്താ ചെറിയമ്മയും മോളും ഇവിടെ ചെയ്യണത്? ഞാൻ ചോട്ടിൽ മുഴുവൻ തെരഞ്ഞു നിങ്ങളെ, ശാരദേച്ചി കോണി കയറിക്കൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല അമ്മേ, ഞങ്ങൾ മഴ കാണാ. ശാരദേച്ചി വന്ന് ജനലിനരികിൽ നിന്നു. അവരും മഴ ആദ്യം കാണുന്ന പോലെ പുറത്തേക്ക് നോക്കി നിന്നു. ഇപ്രാവശ്യം മഴ നേരത്തെ തുടങ്ങിയെന്നാ തോന്നണ്. അവരുടെ സ്വരത്തിൽ ഇനി വരാൻ പോകുന്ന ഈർപ്പം നിറഞ്ഞ ദിവസങ്ങളെപ്പറ്റിയുള്ള ദുസ്സൂചനയുണ്ടായിരുന്നു. ഈറൻ സന്ധ്യകൾ, ഉണങ്ങാത്ത തുണികൾ തൂക്കിയിട്ട ഈറൻ നാറ്റമുള്ള മുറികൾ, കർക്കിടക പഞ്ഞം. മാധവി കർക്കിടക സന്ധ്യകളെപ്പറ്റി ഓർത്തു. സംക്രാന്തി ദിവസം പാറുക്കുട്ടി പഴയ മുറത്തിൽ കരിപ്പൊടി കൂട്ടിക്കുഴച്ച ചോറുരുളയും പൊട്ടിയ കലവും മറ്റുമായി വീട്ടിനകത്തും പുറത്തും പൊട്ടിപ്പോ ശിവോദി വാ എന്ന് പറഞ്ഞുകൊണ്ട് കത്തിച്ച ചൂട്ടും വീശി ഓടുന്നു. താനും ശാരദേച്ചിയും കുട്ടികളായിരുന്നപ്പോൾ പാറുക്കുട്ടിയുടെ പിന്നാലെ ഓടിയിരുന്നു. പിന്നെ മഴയുടെ ഈർപ്പമുള്ള സന്ധ്യകളിൽ പൂജാമുറിയിൽ താളത്തിൽ വയ്ക്കാൻ ദശപുഷ്പങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്നത്. മാധവിക്ക് സംക്രാന്തി കഴിഞ്ഞുള്ള സന്ധ്യകൾ ഇഷ്ടമായിരുന്നു. മരങ്ങളുടെ ഇലകൾ പോലും ഇളകാതെ നിൽക്കുന്ന പ്രശാന്തത, മഴക്കാറുണ്ടെങ്കിലും മായാതെ നിൽക്കുന്ന നാട്ടുവെളിച്ചം, അകലെ കാവിൽ നിന്ന് കേൾക്കുന്ന ഉടുക്കിൻ്റെ ശബ്ദം, ഇവയുടെയെല്ലാം നൈർമല്യം അവളുടെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു. ചേച്ചി, പാറുക്കുട്ടി ഇപ്പോഴും പൊട്ടിയാട്ടാറില്ലേ? സംക്രാന്തിക്കല്ലേ, ഇനിയുണ്ട് ദിവസം. പിന്നെ എന്തോ ആലോചിച്ചിട്ടെന്ന പോലെ അവർ പറഞ്ഞു. മക്കളുടെ സ്കൂൾ എന്നാ തുറക്കണത്? 6-ാം തീയതി. ഇതാ ഇവളുടെ സ്കൂള് 1-ാം തീയതി തുറക്കും. ഇനി ഒരാഴ്ചയില്ല. മോളെ, സന്ധ്യയായി, പോയി വിളക്ക് കൊളുത്ത്. അമ്മേ, സമയമായിട്ടില്ല. മഴയോണ്ട് ഇരുട്ടായതാ. ഞാൻ ചെറിയമ്മയുടെ അടുത്ത് നല്ല സുഖത്തിലിരിക്കുക. അവൾ ചെറിയമ്മയോട് കൂടുതൽ ചേർന്നിരുന്നു.
ചെറിയമ്മയുടെ കുട്ടിയാ അല്ലേ? മാധവി അവളെ ചേർത്ത് പിടിച്ചു കൊഞ്ചിച്ചു. ഓ കേൾക്കണ്ട. പുറത്ത് മഴ തകർത്തു പെയ്യുകയാണ്. 3 പേരും ഒന്നും സംസാരിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. മാധവി ഓർത്തു, എറണാകുളത്ത് മഴ എത്ര നിർവികാരമാണ്. ഒരു പിശുക്കൻ്റെ ദാനം പോലെയാണ്. ഈ സുലഭത ഒരിക്കലും അവിടെ കാണുകയില്ല. മോളെ പോയി വിളക്ക് കൊളുത്തു, ശാരദേച്ചി വീണ്ടും പറഞ്ഞു. സുപ്രിയ എഴുന്നേറ്റ് കോണിയിറങ്ങിപ്പോയി. ശാരദേച്ചി ജനലിൻ്റെ അഴികളിൽ തലയും ചേർത്ത് പുറത്തേക്ക് നോക്കി. കുറേ നേരത്തേക്ക് 2 പേരും ഒന്നും സംസാരിച്ചില്ല. പിന്നെ ശാരദേച്ചി ചോദിച്ചു, നീ എന്തിനാ രവിയേട്ടനെയും കുട്ടികളെയും അവിടെ തന്നെ ആക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്? എന്തിനാണ് വന്നത് തനിക്ക് തന്നെ അറിയില്ല. നമ്മൾ ഇമ്മാതിരി മഴയുള്ള ദിവസങ്ങളിൽ ഈ ജനലിൻ്റെ അടുത്തിരുന്ന് കൊത്തങ്കല്ലാടിയത് ശാരദേച്ചിക്ക് ഓർമ്മയുണ്ടോ? എനിക്കറിയാം നീ എന്തിനാ വന്നതെന്ന്, ശാരദേച്ചി പറഞ്ഞു. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് വിളക്ക് കൊളുത്തേണ്ട സമയത്ത് വല്യമ്മ നമ്മളെ അന്വേഷിച്ച് വന്നപ്പോൾ നമ്മൾ കല്ലുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചത്? ശാരദേച്ചി പതിവ് പോലെ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി ശ്രദ്ധിച്ചാൽ തന്നെ അവർക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല. അവർ തന്നെ പോലെയല്ല. അവർക്ക് വർത്തമാനകാലത്തിൻ്റെ വേവലാതിയും ഭാവിയെപ്പറ്റിയുള്ള ആശങ്കകളും മാത്രമേയുള്ളൂ. തനിക്കാകട്ടെ അത് കാണുന്നത് രസമാണ് താനും. ശാരദേച്ചിയെ ശാരദേച്ചിയായി കാണാൻ തന്നെയാണ് തനിക്കിഷ്ടം. നിന്റെ അമ്മയ്ക്ക് തൃശ്ശൂർ വീടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പടിഞ്ഞാറ്റിലെ പാടങ്ങൾ വിറ്റിട്ടേ പണം ഉണ്ടാക്കിയത്. അന്ന് മുത്തച്ഛി പ്രത്യേകം പറഞ്ഞതാ, ഈ വീടും പറമ്പും ഒക്കെ ഭാഗവയ്ക്കാന്ന്. മുത്തശ്ശി ഒന്നും എഴുതി വയ്ക്കാതെ മരിച്ചുപോയി. പിന്നെ അമ്മയും നേരത്തെ മരിച്ചു. 48-ാം വയസ്സിലാണ് അമ്മ മരിച്ചത്. പിന്നെ അച്ഛനും പെട്ടെന്ന് മരിച്ചു. ഞാൻ ഒറ്റയ്ക്കായി. പാരമ്പര്യം നോക്കിയാൽ എൻ്റെ കഥയും എപ്പോഴാ കഴിയാന്നറിയില്ല. എൻ്റെ മോളുടെ സ്ഥിതി എന്താവോ? ചേച്ചി അങ്ങനെ മരിക്കാനൊന്നും പോണില്ല, മാധവി പറഞ്ഞു. ചേച്ചി മുത്തശ്ശിയുടെ മാതിരി വയസ്സായിട്ടേ മരിക്കൂ. ദീപം ദീപം. ചുവട്ടിൽ നിന്നും സുപ്രിയയുടെ ശബ്ദം കേട്ടു. കോണിക്കൂട്ടിലൂടെ വെളിച്ചത്തിൻ്റെ വലയം ഉയർന്നു വന്നു. വിളക്കിൻ്റെ നാളത്തിന് പിന്നിൽ സുപ്രിയയുടെ കൗതുകമാർന്ന മുഖം. ചെറിയമ്മേ, ദീപം. അവൾ ചെറിയമ്മയെ വിളക്കു കാണിക്കാൻ വേണ്ടി കോണി കയറി വന്നതാണ്. വെളിച്ചം തുടിച്ചു നിൽക്കുന്ന ആ ഓമന മുഖം കണ്ടപ്പോൾ തൻ്റെ ജീവിതം ധന്യമായെന്ന് മാധവിക്ക് തോന്നി. അവൾ എഴുന്നേറ്റ് തൊഴുതു. മോളെ, ഞാൻ കണ്ടു. പിന്നെ മനസ്സിൽ മന്ത്രിക്കുകയും ചെയ്തു, ദീർഘായുസ്സായിരിക്കട്ടെ മോളെ. ഇന്നും രാത്രി കറണ്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, ശാരദേച്ചി വിളിച്ചു പറഞ്ഞു. മോളെ, ആ പാനീസും ദേശവിളക്കും കത്തിച്ചോളൂ. ചുറ്റും ഇരുട്ട് വന്നു നിറഞ്ഞത് മാധവി അപ്പോഴാണ് ശ്രദ്ധിച്ചത്. പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. രാമേട്ടൻ എപ്പോഴാ വരിക? രാമേട്ടൻ അമ്പലത്തിലെ കാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി വരുമ്പോൾ 8 മണിയാവും. ചേച്ചി, നമുക്ക് താഴത്ത് പോകാം. അവിടെ പാറക്കുട്ടിയും മോളും മാത്രമേ ഉള്ളൂ. കോണി ഇറങ്ങുമ്പോൾ സുപ്രിയ ഉച്ചത്തിൽ നാമം ചൊല്ലുന്നത് കേട്ടു. നമ ശിവായ, നാരായണായ നമ, അച്യുതായ നമ. സുപ്രിയ നാമമുറിയിൽ ചമ്മറം പടിഞ്ഞിരുന്ന് നാമം ചൊല്ലുകയാണ്. നെറ്റിയിൽ ചെറിയ ഭസ്മക്കുറി. മുമ്പിലുള്ള നിലവിളക്ക് അവളുടെ നിഴൽ പിറകിലെ ചുമരിൽ വലുതാക്കി കാണിച്ചു. ഭാവിയിലേക്കുള്ള ഒരെത്തിനോട്ടം പോലെ. മുമ്പിൽ ഒരു ചെറിയ പീഠത്തിൽ ശ്രീകൃഷ്ണൻ്റെ നീലനിറമുള്ള വിഗ്രഹത്തിൽ പുതിയ പിച്ചകമാല അണിയിച്ചിരിക്കുന്നു. പിന്നിൽ നിറയെ ഭഗവാന്മാരുടെയും ഭഗവതിമാരുടെയും ചിത്രങ്ങൾ. ചന്ദനത്തിരിയുടെ വാസന. മാധവി സുപ്രിയയുടെ അടുത്തിരുന്നു. എറണാകുളത്ത് ഈ അന്തരീക്ഷം ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. കോൺക്രീറ്റ് ഇട്ട മുറികൾ തീരെ വികാരസ്പർശമില്ലാത്തവയാണ്. അവിടെ ആത്മീയതയ്ക്ക് സ്ഥാനമില്ല. ഒരു നാമമുറി ഉണ്ടാക്കാനും തൻ്റെ മക്കളെ സന്ധ്യയ്ക്ക് പിടിച്ചിരുത്തി നാമം ജപിപ്പിക്കാനും മെനക്കെടാത്തതിൻ്റെ കാരണം അതാണ്. രണ്ടാമത് ആൺകുട്ടികൾ. അവരെ സന്ധ്യയ്ക്ക് കിട്ടിയെങ്കിലല്ലേ. മാധവി കുറേ നേരം കണ്ണടച്ചിരുന്നു. പളുങ്കുമണികളുടെ നാദം പോലെ സ്ഫുടതയുള്ള ശബ്ദം കാതിൽ വന്നലയ്ക്കുവോളം
അവൾ കണ്ണടച്ചു തന്നെ ഇരുന്നു. അവൾ കുട്ടിക്കാലത്ത് മുത്തശ്ശി ജീവിച്ചിരുന്ന കാലത്തേക്ക് ഊളിയിടുകയായിരുന്നു. താനും ശാരദേച്ചിയും കൂടിയിരുന്ന് നാമം ചൊല്ലിയിരുന്നത്. ചുവരിലെ നേളുകൾ നിലവിളക്കിൻ്റെ നാളം ഇളകുന്നതിനോടൊപ്പം നൃത്തം വയ്ക്കുന്നത്. കർപ്പൂരത്തിൻ്റെയും എണ്ണയുടെയും ചന്ദനത്തിരിയുടെയും വാസന പുറത്തെ ഈറനായ കർക്കിടക സന്ധികളുടെ അസ്വാസ്ഥ്യം മായ്ച്ചു കളഞ്ഞിരുന്നു. രാത്രി ഊണ് കഴിഞ്ഞ ശേഷം അവർ ഉമ്മറത്ത് വന്നിരുന്നു. മുമ്പിലിരിക്കുന്ന മേശവിളക്ക് സൃഷ്ടിച്ച വെട്ടത്തിനുമപ്പുറത്ത് ഇരുട്ടിൻ്റെ കാടായിരുന്നു. അവയിൽ മിന്നാമിനുങ്ങുകൾ മിന്നിമറിയുന്നത് അവൾ ശ്രദ്ധിച്ചു. താൻ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിരുന്ന മിന്നാമിനുങ്ങുകളുടെ എത്രാമത്തെ തലമുറയായിരിക്കും ഇവ? മിന്നാമിനുങ്ങുകളെ കൂട്ടിലെ ഇരുട്ടിൽ വെട്ടം വീഴ്ത്താനായി പിടിച്ചുകൊണ്ടുപോകുന്ന കൊച്ചു പക്ഷികളെപ്പറ്റിയും അവൾ ഓർത്തു. അവരുടെയും തലമുറകൾ മാറി മാറി വന്നിട്ടുണ്ടാകും. കുട്ടിക്കാലത്ത് താൻ കണ്ടിട്ടുള്ള ഒരു മിന്നാമിനുങ്ങിനെ ഇപ്പോൾ കണ്ടാൽ ചോദിക്കാമായിരുന്നു. ഒരു രാത്രി പിടിച്ച് കൈയിനുള്ളിൽ പൊത്തിപ്പിടിച്ച് ഇരുട്ടിൽ പരിശോധിച്ച ജിജ്ഞാസുവായ ഒരു പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ? ഉറങ്ങാൻ നേരത്ത് രാമേട്ടൻ പറഞ്ഞു, ഞാൻ താഴത്ത് തെക്കേ അറയിൽ കിടക്കാം. വേണ്ട, മാധവി പറഞ്ഞു. രാമേട്ടൻ കട്ടിന്മേൽ കിടന്നോളൂ, ഞങ്ങൾ 3 പേരും കൂടി താഴത്ത് വിരിച്ച് കിടക്കാം. വേണ്ട വേണ്ട, ചേച്ചിയും അനിയത്തിയും കൂടി ചെവി കടിച്ചു തിന്നണ ശബ്ദം കേട്ടാൽ എൻ്റെ ഉറക്കം അവതാളത്തിലാവും. ഞാൻ സുഖമായിട്ട് താഴത്ത് തെക്കേ അറയിൽ കിടക്കാം. മഴ നിന്നിരുന്നു. മഴ കനത്തു പെയ്തെങ്കിലെന്നവൾ ആശിച്ചു. തവളകളും മണ്ണട്ടകളും ചേർന്നുള്ള സതിരും കാറ്റ് മരങ്ങളുടെ ചിലകളിൽ കൂടി ആഞ്ഞടിക്കുന്ന ശബ്ദവും കേട്ട് മഴയുടെ ആരവം ശ്രദ്ധിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ സുഖമായിരിക്കും. കടലിൻ്റെ ഇരമ്പം തുടങ്ങിയിട്ടില്ല. മഴ ശക്തിയായി പിടിച്ചാലേ ആ ശബ്ദം ഇങ്ങോട്ടെത്തൂ. സുപ്രിയ ഉറക്കമായി. ശാരദേച്ചി സംസാരിക്കുകയാണ്. നിങ്ങളുടെ തൃശ്ശൂരുള്ള വീടും 25 സെൻറ്റ് പറമ്പും കൂടി ചുരുങ്ങിയത് 5 ലക്ഷം ഉറുപ്പിയെങ്കിലും വരുന്ന രാമേട്ടൻ പറയണ. ശാരദേച്ചി, മുത്തശ്ശി നമുക്ക് ശ്രീപാർവതിയുടെ പാദം കാണിച്ചു തന്നത് ഓർമ്മയുണ്ടാ? പിന്നെ ഇവിടെ ഈ പറമ്പും നിലവും ഒക്കെ കൂടിയ 2 ലക്ഷം കിട്ടും തോന്നുന്നില്ല. തുമ്പപ്പൂ കമഴ്ത്തി വെച്ച് കാണിച്ചു തന്നത് ഓർമ്മയില്ലേ? നമ്മൾ ഓണത്തിന് പൂവിടുമ്പോൾ നടുവിൽ വെക്കാറുണ്ട്. നീ എന്തൊക്കെയായി പറയണ്? ശാരദേച്ചി ചോദിച്ചു. പിന്നെ നിന്നെ കോൺവെൻറ്റിൽ ചേർത്ത് പഠിപ്പിക്കാനും നല്ലോണം കാശായിട്ടുണ്ട്. അതൊക്കെ തറവാട്ടിൽ നെല്ല് വെറ്റേൻ്റെ പണമായിരുന്നു. ഞാൻ പിന്നെ 10ൽ തോറ്റപ്പോൾ പഠിത്തം നിർത്തി. കല്യാണം ഉണ്ടാവില്ല എന്ന് കരുതിയതാ. എങ്ങനെയോ 28-ാം വയസ്സിൽ അതും കഴിഞ്ഞു. പഠിത്തം നിർത്തിയത് ചേച്ചിയുടെ ഭാഗ്യം. ഞാൻ മൊട്ടച്ചിയുടെ ശിക്ഷയും സഹിച്ച ഡിഗ്രി എടുത്തേ. എന്നിട്ട് എന്ത് കാര്യമുണ്ടായി? ഞാൻ കാര്യം പറയുമ്പോൾ നിനക്ക് കളിയാ, അവർ തുടർന്നു. ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ രാമേട്ടൻ പറയാ ഞാനിതിലൊന്നും ഇടപെടില്ല എന്ന്. ഞാൻ പിന്നെ ആരോടാ പറയണ്ടേ? ശാരദേച്ചിയുടെ സ്വരം ഇടറിയെന്ന് മാധവിക്ക് തോന്നി. അവൾ അവരുടെ അരക്കെട്ടിലൂടെ കൈയിട്ടു. ശാരദേച്ചി ഒരു മണ്ടിയാണ്. എനിക്കെന്തിനാ ചേച്ചി ഇങ്ങനൊരു വീട്? തൃശ്ശൂരിലെ വീട് എനിക്കാണ്. പിന്നെ എനിക്ക് 2 ആൺമക്കളല്ലേ. കൂടുതൽ വീടുകൾ വേണമെങ്കിൽ അവരുണ്ടാക്കിക്കോട്ടെ. ഈ വീടും പറമ്പും നിലവുമൊക്കെ ശാരദേച്ചിയുടെ തന്നെയാണ്. അതെല്ലാം സുപ്രിയയ്ക്കുള്ളതാണ്. സുപ്രിയ എൻ്റെ മോള് തന്നെയല്ലേ. മോളെപ്പറ്റി പറഞ്ഞപ്പോഴാണ്, നാളെ ഞാൻ അവളെ എറണാകുളത്ത് കൊണ്ടുപോവാണ്. സ്കൂൾ തുറക്കണതിൻ്റെ മുമ്പേ രവിയേട്ടൻ കൊണ്ടുവന്നാക്കും. എന്നാൽ പിന്നെ അതങ്ങോട്ട് എഴുതി രജിസ്റ്റർ ചെയ്താൽ എന്താ തരക്കേട്? മാധവി ആലോചിച്ചു. ശരിക്കു പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി വരാൻ പോകുന്ന തലമുറ എങ്ങനെയാവുന്നൊന്നും പറയാൻ വയ്യ. അപ്പോൾ സ്നേഹത്തിലിരിക്കുന്നവർ ജീവിച്ചിരിക്കെ തന്നെ കാര്യങ്ങളെല്ലാം തീർത്തു വയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ അങ്ങനെ ചെയ്താൽ പിന്നെ ഒന്നും പഴയ മട്ടിലാവില്ലെന്ന തോന്നൽ. തനിക്കിവിടെ വന്ന് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനാവില്ലെന്നും ശാരദേച്ചിയുടെയും മറ്റും സ്നേഹം നഷ്ടമാവുമെന്നുമുള്ള ഭയവും, ആ പഴയ വീട്ടിൽ ജീവിച്ചു മൺമറിഞ്ഞ തൻ്റെ കാരണവന്മാരും മുത്തശ്ശിയും തന്നെ ഉപേക്ഷിക്കുമോ എന്ന സംശയം. വീടിൻ്റെ പൗരാണികത അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. ശാരദേച്ചിക്ക് അറിയണ്ട,
മാധവി അവരെ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നാളെ പോണ വഴിക്ക് വീട്ടിൽ പോയി അമ്മയും അച്ഛനെയും കാണാം. അച്ഛനോട് കഴിയണ വേഗത്തിൽ ഇതെല്ലാം ചേച്ചിയുടെ പേരിലാക്കാൻ പറയാം. നീ ഒന്നും പറയാൻ പോണ്ട, അവർ പറഞ്ഞു. അച്ഛൻ മരിച്ചതിന് ശേഷം ചെറിയച്ഛനാ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. നന്ദികേടാന്ന് വിചാരിക്കും. ഇല്ല, ചേച്ചി പറഞ്ഞതായി പറയണില്ല, പോരെ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയാമെന്ന് പറയാം. ഇതൊക്കെ മുമ്പേ തന്നെ ശരിയാക്കായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്താൽ ഒന്നും പഴയ മട്ടിലാവില്ല എന്ന് തോന്നുക. അല്ലെങ്കിൽ ചേച്ചിക്ക് അതൊന്നും മനസ്സിലാവില്ല. ശാരദേച്ചി ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം അവർ സംസാരിക്കാതെ കിടന്നു. പിന്നെ ശാരദേച്ചി ഉറങ്ങിയെന്ന് മാധവിക്ക് മനസ്സിലായി. അവൾ കുറേ നേരം മരിച്ചുപോയവരെ പറ്റിയെല്ലാം ഓർത്തു. സ്നേഹമെന്തെന്ന് അവളെ പഠിപ്പിച്ചത് അവരായിരുന്നു. ഇന്നും ആ വീടിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവരുടെ കാരുണ്യമുള്ള നോട്ടങ്ങൾ തന്നിൽ പതിയുന്നതായി അവൾക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ചും മുത്തശ്ശിയുടെ. കുഞ്ഞിക്കിളികളുടെ ശബ്ദം കേട്ടാണ് മാധവി ഉണർന്നത്. ആ ശബ്ദം ജനലിന് തൊട്ടു പുറത്താണെന്ന് തോന്നി. മുറ്റത്തെ മാവിന്മേലായിരിക്കും. ആ ശബ്ദത്തിൽ ആക്ഷേപമുണ്ട്, ആകാംക്ഷയുണ്ട്, അഭിനന്ദനങ്ങളുണ്ട്, സ്നേഹമുണ്ട്, വെറുപ്പുണ്ട്. ഈ ശബ്ദങ്ങളെല്ലാം വേർതിരിച്ചെടുക്കാൻ അവൾ കുട്ടിക്കാലത്ത് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും കഴിഞ്ഞില്ല. ഒരു ശബ്ദം മറ്റൊരു ശബ്ദത്തിൻ്റെ അനുബന്ധമായി, ഒരു സംഗീതമായി കാതിൽ വന്നലയ്ക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മറ്റു പല പക്ഷികളുടെയും ശബ്ദങ്ങൾ ഈ സംഗീതത്തിന് മാറ്റുകൂട്ടി. ഈ സംഗീതവും ശ്രദ്ധിച്ചുകൊണ്ട് അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിന്നെ എഴുന്നേറ്റപ്പോൾ കാക്കകളുടെ കരച്ചിലാണ് കേൾക്കുന്നത്. അവസാനം എത്തുന്നവർ അവരാണെന്ന് തോന്നുന്നു. എറണാകുളത്തേക്ക് പോകുന്നതിനെപ്പറ്റി ശാരദേച്ചി സുപ്രിയയോട് പറഞ്ഞെന്ന് തോന്നുന്നു. രാവിലെ മാധവി താഴ്ത്തിറങ്ങി വന്നപ്പോഴേക്കും അവളുടെ കുളി കഴിഞ്ഞിരുന്നു. അവൾ ചുവന്ന പൂക്കളുള്ള പട്ടിൻ്റെ ഉടുപ്പിട്ടിരുന്നു. മോളെ ചെറിയമ്മ പുറപ്പിടിച്ചു തരാം, ചായ കൂടി കഴിയട്ടെ. ഇഡ്ഡലി കഴിക്കുമ്പോൾ മാധവി പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണത്? ശാരദേച്ചി ചോദിച്ചു. എനിക്ക് രാവിലെ പൊടിയരിക്കഞ്ഞിയും ചമ്മന്തിയും വേണമെന്ന്. ഓ, രാവിലെ കഴിക്കാൻ കണ്ടൊരു സാധനം. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ രാവിലെ നിലത്തിരുന്നുകൊണ്ട് പൊടിയരിക്കഞ്ഞി കുടിച്ചിരുന്നത്? പ്ലാവിലെ കൊട്ടി കോരുകയാക്കിയിട്ട്. അന്ന് ഈ മേശയൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് അന്നും ഇഷ്ടമല്ല കഞ്ഞി. ആദ്യം വെള്ളം കുടിച്ച് വറ്റിക്കും, എന്നിട്ട് ചമ്മന്തി കൂട്ടി ചോറാക്കി ഉണ്ണും. ഒരു 20 തേങ്ങ പൊളിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. ചുമരരിക്കിൽ വെച്ച സാമാന്യം വലിയ സഞ്ചി ചൂണ്ടിക്കാട്ടി ശാരദേച്ചി പറഞ്ഞു. പിന്നെ 2 കടച്ചക്കയുണ്ട്, കുറച്ച് മുരിങ്ങക്കായ, 4-5 വണ്ണങ്കായ, ഒരു കുപ്പി കടുമാങ്ങ. രവിയേട്ടനും കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ്. രാവിലെ ഭാര്യയും ഭർത്താവും കൂടി കെട്ട് നിറക്കിലായിരുന്നു അല്ലേ? എന്നെക്കൊണ്ട് വയ്യ ഇതൊക്കെ ഏറ്റി നടക്കാൻ. തൃശ്ശൂർ വരെ ഞാനിതൊക്കെ എത്തിച്ചു തരാം, രാമേട്ടൻ പറഞ്ഞു. ഒരു കുപ്പി പശുനെയ്യും ഇരിക്കുന്നുണ്ട്, അതും എടുത്തു വയ്ക്കട്ടെ? ശാരദേച്ചി ചോദിച്ചു. മാധവി ചിരിച്ചു. താൻ വന്നു പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്. എത്ര സാധനങ്ങൾ എടുത്തു വെച്ചാലും ശാരദേച്ചിക്ക് മതിയാവില്ല. അതുപോലെ അവർ എറണാകുളത്ത് വരുമ്പോഴും എന്തൊക്കെ സാധനങ്ങൾ ഏറ്റിയിട്ടാണ് വരിക. അനിയത്തിക്ക് കൂടി വിധിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെയെന്നും അവ താൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത് ശരിയല്ലെന്നുമുള്ള തോന്നലാണ് ഇതിനു പിന്നിൽ. പാവം സ്ത്രീ. പശു നെയ്യൊന്നും വേണ്ട, അവിടെ രവിയേട്ടന് അല്ലെങ്കിലേ പ്രഷറൊക്കെ ഉണ്ട്. കൊണ്ടുപോയാൽ ഒക്കെ വാരിത്തിന്നുകയും ചെയ്യും. ചായ കൂടി കഴിഞ്ഞ ശേഷം മാധവി സുപ്രിയയെ അണിയിച്ചൊരുക്കി. തലമുടി 2 ഭാഗത്തായി റിബൺ കൊണ്ട് കെട്ടിക്കൊടുത്തു. മുഖത്ത് പൗഡർ ഇട്ടു, കണ്ണെഴുതി, ഒരു കുഞ്ഞിപ്പൊട്ടും തൊട്ടുകൊടുത്തു. എൻ്റെ മോള് ഒരു രാജകുമാരി ആയിട്ടുണ്ടല്ലോ, രാമേട്ടൻ പറഞ്ഞു. പാദസരം ഇടാൻ വേണ്ടി സുപ്രിയയെ ഒരു സ്റ്റൂളിലിരുത്തി. മാധവി നിലത്തിരുന്ന് പാദസരം ഓരോന്നായി കെട്ടിക്കൊടുത്തു. ചന്തമുള്ള വെളുത്തു തുടുത്ത കാലുകൾ, ഭംഗിയുള്ള വിരലുകൾ. ശ്രീപാർവതിയുടെ പാദം നീ കണ്ടിട്ടുണ്ടോ? മാധവി ചോദിച്ചു. തുമ്പപ്പൂവല്ലേ? അല്ല, ഇതാ. പാദസരങ്ങളിട്ട ഒരു ജോഡി കാലുകൾ തൊട്ടുകൊണ്ട് മാധവി പറഞ്ഞു. ഇതാണ് ശ്രീപാർവതിയുടെ പാദങ്ങൾ.
അവൾ കുനിഞ്ഞ് ആ കൊച്ചുകാലുകളിൽ ചുംബിച്ചു.